ബോളിവുഡ് ലോകത്തിൻ്റെ പ്രശസ്തിയും സാധ്യതകളും ഉപേക്ഷിച്ച് സന്യാസം തിരഞ്ഞെടുത്ത് ആവൃത്തിക്കുള്ളിലേക്ക് പ്രവേശിച്ച സിസ്റ്റർ ജെസിറ്റ ഒരിക്കൽ തൻ്റെ വാർദ്ധക്യത്തിൽ പരിശുദ്ധ പിതാവിനെ സന്ദർശിക്കുവാനായി ആവൃത്തി വിട്ടിറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ അവളെ തിരിച്ചറിഞ്ഞു. അവർ ഉയർത്തിയ നിരവധി ചോദ്യങ്ങൾക്ക് മറുപടിയായി ഒരു ചെറു പുഞ്ചിരി മാത്രം സമ്മാനിച്ച് അവൾ നടന്നകന്നപ്പോൾ അത് കണ്ടുനിന്ന മാധ്യമപ്രവർത്തകൻ ഇപ്രകാരം പറഞ്ഞു വെച്ചു: മനോഹരമായതെന്തോ അത് അവൾ ആസ്വദിക്കുന്നുണ്ട്. ലോകമുന്നയിക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ശരിയായ മറുപടിയും ഇതുതന്നെയാണ്. പറഞ്ഞു ഫലിപ്പിക്കാൻ സാധിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം മനോഹരമായ ഒരു സത്യത്തെ ജീവിതം കൊണ്ട് ഞങ്ങളും ആസ്വദിക്കുകയാണ്. അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ സുവിശേഷ ഉപദേശങ്ങളിലൂടെ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി തീരെഴുതി കൊടുക്കുവാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നതും നിർവചിക്കാനാകാത്ത ഈ ഒരു ആസ്വാദ്യതയാണ്. ഈശോയുടെ മാത്രം സ്വന്തമായിടാൻ ആശയാണെന്നുള്ളിലെന്നും. ഈശോയുടെ മാത്രം സ്വന്തമായിടാൻ ആശയാണെന്നുള്ളിലെന്നും. ക്രൂശോടനു നിമിഷം ചേർന്നു നിന്നിടാൻ ലേശവും വിഷമമില്ലെന്നും. ക്രൂശോടനു നിമിഷം ചേർന്നു നിന്നിടാൻ ലേശവും വിഷമമില്ലെന്നും. ലേശവും വിഷമമില്ലെന്നും. ആശ്വാസമായവനേ, എൻ സ്വന്തമായവനേ, വിശ്വാസമായിടണേ എന്നന്ത്യനാൾ വരെയും. ആശ്വാസമായവനേ, എൻ സ്വന്തമായവനേ, വിശ്വാസമായിടണേ എന്നന്ത്യനാൾ വരെയും. ഈശോയുടെ മാത്രം സ്വന്തമായിടാൻ ആശയാണെന്നുള്ളിലെന്നും. ആശ്രയമായവൻ കൈപിടിക്കുമ്പോൾ ആശങ്ക നീങ്ങിടുമെന്നിൽ. ആശ്രയമായവൻ കൈപിടിക്കുമ്പോൾ ആശങ്ക നീങ്ങിടുമെന്നിൽ. ആശക്തിയാൽ ഞാൻ നടന്നിടുമ്പോൾ ഒരു നാശവും ഭവിച്ചിടുകില്ല. ആശക്തിയാൽ ഞാൻ നടന്നിടുമ്പോൾ ഒരു നാശവും ഭവിച്ചിടുകില്ല. നാശവും ഭവിച്ചിടുകില്ല. അചഞ്ചലമായ തീരുമാനത്തോടും കൂടിയാണ് സന്യാസമാകുന്ന ഈ തീർത്ഥാടന യാത്ര ഇവർ ആരംഭിച്ചിരിക്കുക. തീർത്ഥാടകന് മുന്നേറാൻ വഴിയിൽ വെളിച്ചവും അടയാളവും ഉണ്ടാകണം. ആശ്വാസമായവനേ, എൻ സ്വന്തമായവനേ, വിശ്വാസമായിടണേ എന്നന്ത്യനാൾ വരെയും.
ദൃശ്യമാകട്ടെ. നീതിനിഷ്ഠമായ പ്രവൃത്തികളിലൂടെ ഉളവാകുന്ന ബഹുമാനം നിങ്ങളുടെ മഹത്വത്തിന് അലങ്കാരമാകട്ടെ. രാജാവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മണവാട്ടികളും സ്തുത്യർഹരായ കന്യകളുമായ നിങ്ങളുടെ മഹത്വം ഭാവി ലോകത്തിൽ വർദ്ധിക്കട്ടെ. ആശ്വാസമായവനേ